ആൻഡ് ഇന്ന് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഈ എഡ്ജ് ഗ്ലോ ഇഫക്റ്റ് ആണ്. ആൻഡ് ആക്ച്വലി ഈ ഇഫക്റ്റിൻ്റെ പേരൊന്നും കറക്റ്റായിട്ട് എനിക്കറിയില്ല, ബട്ട് ഞാൻ ചെയ്തു വന്നപ്പോൾ നല്ല രസമുണ്ട്. സോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് ഓർത്തു. ആൻഡ് ഞാൻ ഇവിടെ ആഫ്റ്റർ എഫക്ട്സ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ആൻഡ് ക്ലിപ്പ് ഡ്രാഗ് ചെയ്തിട്ട് ടൈം ലൈനിലേക്ക് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് സബ്ജക്റ്റിനെ മാത്രം കട്ട് ചെയ്യണം. സോ ഞാൻ ഇവിടെ ലെയറിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുവാണ്. ദെൻ ഞാൻ ഇവിടെ റോട്ടോ ബ്രഷ് എടുത്തിട്ട് സബ്ജക്റ്റിനെ മാത്രം റോട്ടോസ്കോപ്പ് ചെയ്യുവാണ്. ആൻഡ് റോട്ടോസ്കോപ്പിങ്ങിൻ്റെ ഒരു കംപ്ലീറ്റ് ഇൻഡെപ്ത് ട്യൂട്ടോറിയൽ ഞാൻ യൂട്യൂബിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കാർഡ് ഇവിടെ കൊടുത്തേക്കാം. സോ നിങ്ങൾ ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ഞാൻ ഇവിടെ റോട്ടോസ്കോപ്പിങ്ങിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഞാൻ ഇവിടെ ഓൾറെഡി വീഡിയോ റോട്ടോസ്കോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇതാണ് റോട്ടോസ്കോപ്പ് ചെയ്ത വീഡിയോ. ഇനി ഞാൻ ഈ ലെയർ ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുവാണ്, Ctrl+D. ദെൻ നമുക്ക് താഴത്തെ ലെയറിൽ നിന്നും റോട്ടോ ബ്രഷ് ഡിലീറ്റ് ചെയ്യാം. സോ നമുക്കിവിടെ ബാക്ക്ഗ്രൗണ്ട് കിട്ടും. ദെൻ നമുക്ക് ഈ ലെയർ ഒന്ന് റീനെയിം ചെയ്യാം. ഞാൻ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് കൊടുക്കുവാണ്, BG. ദെൻ നമുക്ക് മേളത്തെ ക്ലിപ്പിന് റോട്ടോ എന്ന് നെയിം കൊടുക്കാം. സോ നമുക്കിപ്പോൾ 2 ക്ലിപ്സ് ഉണ്ട്. ഒന്ന് റോട്ടോ ചെയ്ത ക്ലിപ്പ്, ഒന്ന് ബാക്ക്ഗ്രൗണ്ട് ക്ലിപ്പ്. ഓക്കെ, ഇനി നമുക്ക് റോട്ടോ ചെയ്ത ലെയർ സെലക്ട് ചെയ്യാം. ദെൻ അതിലേക്ക് ആദ്യം CC ലൈറ്റ് സ്വീപ്പ് ഇഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. CC ലൈറ്റ് സ്വീപ്പ്. ദെൻ നമുക്കിവിടെ സെൻറ്റർ പൊസിഷൻ സെലക്ട് ചെയ്യാം. ദെൻ ഏകദേശം സബ്ജക്റ്റിൻ്റെ ടോപ്പ് പോർഷനിൽ ഞാൻ കൊണ്ടുപോയി പ്ലേസ് ചെയ്യുവാണ്. ആൻഡ് ഞാൻ ഇവിടെ ഡയറക്ഷൻ്റെ വാല്യൂ 0 കൊടുക്കുവാണ്. സോ നമുക്ക് നേരെ താഴേക്ക് ഡയറക്ഷൻ കിട്ടുന്നതായിരിക്കും. ഇനി നമുക്കിവിടെ ലൈറ്റ് റിസപ്ഷൻ എന്നുള്ള ഓപ്ഷൻ ആഡ് മാറ്റിയിട്ട് കട്ടൗട്ട് കൊടുക്കാം. ആൻഡ് സ്വീപ്പ് ഇൻറ്റൻസിറ്റിയുടെ വാല്യൂ ഞാൻ 0 കൊടുക്കുവാണ്. സ്വീപ്പ് ഇൻറ്റൻസിറ്റി 0 കൊടുക്കാം. ദെൻ നമുക്കിവിടെ വിത്തിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യാം. സോ നമ്മുടെ എഡ്ജസിൽ ആ ഒരു ലൈറ്റ് റേസ് വരുന്ന കാണാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാല്യൂ കൊടുക്കാം. ഞാൻ ഏകദേശം ഒരു 1500 കൊടുക്കുവാണ്. ദെൻ നമുക്കിവിടെ എഡ്ജ് ഇൻറ്റൻസിറ്റിയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്യാം. സോ നമ്മൾ വാല്യൂ ഇൻക്രീസ് ചെയ്യുമ്പോഴത്തേനും എഡ്ജിൻ്റെ ആ ഒരു തിക്നെസ് അഡ്ജസ്റ്റ് ആകുന്ന കാണാം, അല്ലെങ്കിൽ ഇൻറ്റൻസിറ്റി അഡ്ജസ്റ്റ് ആകുന്ന കാണാം. ഞാൻ ഇവിടെ 90 കൊടുക്കുവാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാല്യൂ കൊടുക്കാവുന്നതാണ്. ദെൻ നമുക്ക് എഡ്ജ് തിക്നെസ്സിൻ്റെ വാല്യൂ അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ ഏകദേശം ഒരു കുറച്ച് ഇൻക്രീസ് ചെയ്യുന്നുള്ളൂ. മേ ബി ഒരു 4.10 കൊടുക്കാം. ബൈ ദ വേ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാല്യൂ കൊടുക്കാം കേട്ടോ. ഓക്കെ, ഞാൻ ഏകദേശം ഒരു 4.10 കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാം. ഞാൻ ഏകദേശം ഒരു ഓറഞ്ച് കളർ സെലക്ട് ചെയ്യുവാണ്. ഓക്കെ, ദെൻ ഓക്കെ കൊടുക്കാം. സോ ഇത്ര അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ് നമുക്ക് CC ലൈറ്റ് സ്വീപ്പിൽ ആഡ് ചെയ്യേണ്ടത്. ആൻഡ് അടുത്തായിട്ട് നമുക്ക് ഗ്ലോ ഇഫക്റ്റ് ആഡ് ചെയ്യാം. ആൻഡ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ഡീപ്പ് ഗ്ലോ ആണ്. നിങ്ങൾക്ക് ഡീപ്പ് ഗ്ലോ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ആഫ്റ്റർ എഫക്ട്സിൻ്റെ കൂടെ ഇൻബിൽഡ് ആയിട്ട് വരുന്ന ഗ്ലോ ഇഫക്റ്റ് യൂസ് ചെയ്താലും മതി. ഇനി ഞാൻ ഇവിടെ റേഡിയസിൻ്റെ വാല്യൂ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുവാണ്. ചെറുതായിട്ടേ ഉള്ളൂ, മേ ബി ഒരു 526 കൊടുക്കാം. ആൻഡ് ഓൾസോ ഇൻറ്റൻസിറ്റിയുടെ വാല്യൂം ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുവാണ്. മേ ബി ഒരു 1.34 കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാമെന്നാണ്. ആൻഡ് ഓൾസോ ചെറിയൊരു ക്രോമാറ്റിക് അബ്രേഷൻ ആഡ് ചെയ്യുവാണ്. ഓക്കെ, ഇവിടെ വന്നിട്ട് നമുക്ക് ക്രോമാറ്റിക് അബ്രേഷൻ ഓപ്പൺ ചെയ്യാം. ആൻഡ് ഏകദേശം നമുക്ക് ചെറുതായിട്ട് വാല്യൂ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. മേ ബി ഒരു 1.10 മതി, കുറച്ച് വല്ല മതി, ചെറുതായിട്ട്. ഓക്കെ, ഞാൻ ചെറിയൊരു ക്രോമാറ്റിക് അബ്രേഷൻ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഡീപ്പ് ഗ്ലോ ഇഫക്റ്റ് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ആഫ്റ്റർ എഫക്ട്സിൻ്റെ കൂടെ വരുന്ന ഗ്ലോ ഇഫക്റ്റ് യൂസ് ചെയ്താൽ മതി. ആൻഡ് ഈ ക്രോമാറ്റിക് അബ്രേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ക്വിക്ക് ക്രോമാറ്റിക് അബ്രേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഫ്രീ പ്ലഗിൻ ഉണ്ട്. അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ആൻഡ് ഈ ഫ്രീ പ്ലഗിൻസിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കാർഡ് ഇവിടെ കൊടുത്തേക്കാം. ആൻഡ് അടുത്തായിട്ട് നമ്മൾ ആഡ് ചെയ്യാൻ വേണ്ടി പോകുന്ന എഫക്റ്റാണ് ക്രിയേറ്റ് ഗ്ലോ, അല്ലെങ്കിൽ ഗോഡ് റേസ് എന്ന് പറയും. ക്രിയേറ്റ് ഗോഡ് റേസ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ആൻഡ് ബൈ ദ വേ ഇതും ഫ്രീ പ്ലഗിനാണ്. കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞ വീഡിയോയിൽ ഇതിനെപ്പറ്റി ഞാൻ പറയുന്നുണ്ട്. നമുക്കിതുപോലെ ഗോഡ് റേസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഈ ഫ്രീ പ്ലഗിൻ നമുക്ക് യൂസ് ചെയ്യാം. ഇനി നമുക്ക് വേണ്ട രീതിയിൽ പൊസിഷനും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഏകദേശം മുകളിലേക്ക് കൊടുക്കുവാണ്. ആൻഡ് ഓൾസോ ഫ്രണ്ടിലേക്ക് പ്രോജക്റ്റ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഇതിൻ്റെ പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞാൻ ഏകദേശം ഈ ഒരു രീതിയിൽ കൊടുക്കുവാണ്. ഇനി നമുക്ക് ലെങ്തും അതിൻ്റെ എക്സ്പോഷറും ഡീക്കേയും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ലെങ്ത് ഞാൻ കുറച്ച് ഡിക്രീസ് ചെയ്യുവാണ്. മേ ബി ഒരു 1300 അറൗണ്ട് കൊടുക്കാം. ആൻഡ് എക്സ്പോഷർ നമുക്ക് 5 തന്നെ മതി. ആൻഡ് DK നമുക്ക് വേണമെങ്കിൽ ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. മേ ബി ഒരു 2.30 ഞാൻ കൊടുത്തു. കുറച്ചുകൂടി ഇൻക്രീസ് ചെയ്യുവാണ്. മേ ബി ഒരു 2.80 കൊടുക്കാം. ഓക്കെ, സോ ഈ വാല്യൂസാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ വാല്യൂസ് വെച്ച് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ആൻഡ് ബൈ ദ വേ നിങ്ങൾക്ക് CC ലൈറ്റ് സ്വീപ്പിൽ വന്നിട്ട് എപ്പോൾ വേണമെങ്കിലും കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത് കണ്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഇതിന് കൊടുക്കാവുന്നതാണ്. ഞാൻ ഇവിടെ ഓൾറെഡി യൂസ് ചെയ്ത കളർ തന്നെ കൊടുക്കുവാണ്. സോ ഇവിടെ ക്യാൻസൽ സെലക്ട് ചെയ്യുവാണ്. ആൻഡ് ഇത്രയുള്ള ഇഫക്റ്റ് നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ആൻഡ് അടുത്തായിട്ട് നമുക്ക് പാർട്ടിക്കിൾ ഫ്ലോട്ടിംഗ് ഇഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ആൻഡ് അതിനുവേണ്ടി നമുക്ക് വീഡിയോ അതിന് ട്രാക്ക് ചെയ്യണം. സോ ഞാൻ തൽക്കാലത്തേക്ക് റോട്ടോ ലെയർ ഒന്ന് ഹൈഡ് ചെയ്യുവാണ്. ദെൻ ബാക്ക്ഗ്രൗണ്ട് ലെയർ സെലക്ട് ചെയ്തിട്ട് അതിലേക്ക് 3D ക്യാമറ ട്രാക്കർ ഇഫക്റ്റ് ആഡ് ചെയ്യാം. ആൻഡ് ട്രാക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ആൻഡ് സ്പെഷ്യലായിട്ടൊരു കാര്യം പറയാനുള്ളത്, നമുക്ക് പ്രീമിയർ പ്രോയുടെയും ആഫ്റ്റർ എഫക്ട്സിൻ്റെയും കംപ്ലീറ്റ് മാസ്റ്റർ കോഴ്സ് അവൈലബിൾ ആണ്. ഈ കോഴ്സിൽ നമ്മൾ ബേസിക്സ് തൊട്ടിട്ട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരെ കവർ ചെയ്യും. സോ നിങ്ങൾക്ക് എൻറോൾ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ May 5 വരെ നമുക്ക് 10% ഓഫ് അവൈലബിൾ ആണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആൻഡ് ട്രാക്കിംഗ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ബട്ട് 3D പോയിൻറ്റ്സ് ഇവിടെ കാണാനില്ല. സോ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ വരുവാണെങ്കിൽ ജസ്റ്റ് ഇവിടെ കോമ്പോസിഷനിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് വ്യൂ ഓപ്ഷൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അത് സെലക്ട് ചെയ്യുക. ആൻഡ് ലെയർ കൺട്രോൾസ് ഇനേബിൾ ചെയ്തിട്ട് ഓക്കെ പ്രസ് ചെയ്താൽ മതി. ഇവിടെ ട്രാക്കിംഗ് പോയിൻറ്റ്സ് വരുന്നതായിരിക്കും. ഇനി ഞാൻ ഇവിടെ ഫേസിൻ്റെ ഏരിയയിൽ കുറച്ച് ട്രാക്കിംഗ് പോയിൻറ്റ്സ് സെലക്ട് ചെയ്യുവാണ്. ആൻഡ് നിങ്ങളുടെ വീഡിയോയിൽ സബ്ജക്റ്റ് എന്താണോ, ഫോർ എക്സാമ്പിൾ കാർ, ബൈക്ക് എന്താണെങ്കിലും
അതിൻ്റെ ഏരിയയിൽ നിന്ന് കുറച്ച് ട്രാക്കിംഗ് പോയിൻറ്റ്സ് സെലക്ട് ചെയ്യുക. ദെൻ റൈറ്റ് ക്ലിക്ക്, ക്രിയേറ്റ് സോളിഡ് ആൻഡ് ക്യാമറ സെലക്ട് ചെയ്യുക. ആൻഡ് ഇവിടെ ഒരു സോളിഡ് ലെയർ ക്രിയേറ്റ് ആയിട്ടുണ്ട്, ബട്ട് അത് കറക്റ്റ് ആയിട്ടല്ല ഇരിക്കുന്നത്. സോ ഞാൻ ഇവിടെ ലെയർ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ റൊട്ടേഷനും കാര്യങ്ങളെല്ലാം ഒന്ന് കറക്റ്റായിട്ട് വെക്കുവാണ്. ഇനി നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ആൻഡ് ഇവിടെ സോളിഡ് ലെയർ കറക്റ്റായിട്ട് ട്രാക്ക് ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പുതിയ സോളിഡ് ലെയർ കൂടെ ക്രിയേറ്റ് ചെയ്യാം. Ctrl+Y. ദെൻ നമുക്ക് ഇഷ്ടമുള്ള നെയിം കൊടുക്കാം. ആൻഡ് ഇവിടെ കോമ്പോസിഷൻ്റെ വിഡ്ത്തും ഹൈറ്റും, അതായത് കോമ്പോസിഷൻ്റെ റെസൊല്യൂഷൻ എത്രയാണോ ആ സെയിം റെസൊല്യൂഷനിൽ സോളിഡ് ക്രിയേറ്റ് ചെയ്യാം. ദെൻ ഓക്കെ പ്രസ് ചെയ്യാം. ഇനി നമുക്ക് ഈ ലെയറിലേക്ക് CC പാർട്ടിക്കിൾ വേൾഡ് ഇഫക്റ്റ് ആഡ് ചെയ്യാം. ആൻഡ് ഫസ്റ്റ് ഞാൻ ഇവിടെ ഗ്രിഡ് ആൻഡ് ഗൈഡ്സ് ഓപ്പൺ ചെയ്യുവാണ്. ദെൻ ഇതെല്ലാം നമുക്ക് ഡിസേബിൾ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഗ്രിഡ്സും കാര്യങ്ങളൊന്നും കാണണ്ട. എന്നിട്ട് കറക്റ്റായിട്ട് നമുക്ക് പാർട്ടിക്കിൾ ഈ സോളിഡിൻ്റെ അവിടെ പ്ലേസ് ചെയ്യണം. അതല്ലെങ്കിൽ നമ്മൾ പ്ലേ ചെയ്യുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് കിട്ടത്തില്ല. ഇതിപ്പോൾ ഫ്രണ്ടിലേക്കുള്ള ക്യാമറ മൂവ്മെൻറ്റ് ആയതുകൊണ്ട് നമുക്ക് കറക്റ്റ് അറിയില്ല. സൈഡിലേക്കൊക്കെ ആണെങ്കിൽ കറക്റ്റായിട്ട് ട്രാക്ക് കിട്ടാൻ പാടാണ്. സോ നമുക്കിവിടെ പ്രൊഡ്യൂസർ ഓപ്പൺ ചെയ്യാം. ഇനി ഞാൻ ഇവിടെ പ്രൊഡ്യൂസർ ഓപ്പൺ ചെയ്യുവാണ്. ദെൻ പൊസിഷൻ Z ആക്സിസ് യൂസ് ചെയ്തിട്ട് സോളിഡിൻ്റെ അടുത്തേക്ക് നമ്മുടെ പാർട്ടിക്കിൾ പ്ലേസ് ചെയ്യുവാണ്. ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് ഈ ട്രാക്ക് സോളിഡിൻ്റെ ആവശ്യമില്ല. സോ ഞാൻ സെലക്ട് ചെയ്തിട്ട് ഹൈഡ് ചെയ്യുവാണ്. ഇനി നമുക്ക് പാർട്ടിക്കിൾ സെലക്ട് ചെയ്യാം. ദെൻ റേഡിയസ് XYZ യൂസ് ചെയ്തിട്ട് നമുക്ക് വീഡിയോയിൽ ഫുൾ ആകുന്ന രീതിയിൽ പാർട്ടിക്കിൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, എനിക്ക് വേണ്ട രീതിയിൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുവാണ്. ഓക്കെ, ഇത് മതി. ഇനി നമുക്കിവിടെ പാർട്ടിക്കിൾ ഓപ്പൺ ചെയ്യാം. ദെൻ പാർട്ടിക്കിൾ ടൈപ്പ് ലൈൻ മാറ്റിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഫേഡഡ് സ്പിയർ ആണ് സെലക്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാം. ഇനി ഞാൻ ഇവിടെ മുകളിലേക്ക് വന്നിട്ട് ബർത്ത് റേറ്റിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുവാണ്. കുറച്ചുകൂടെ പാർട്ടിക്കിൾ കൊടുക്കാൻ വേണ്ടി ഏകദേശം ഒരു 15 അല്ലെങ്കിൽ 16 കൊടുത്തു. ഇനി ഇവിടെ പാർട്ടിക്കിളിലേക്ക് വന്നിട്ട് മാക്സ് ഒപ്പാസിറ്റിയുടെ വാല്യൂ അഡ്ജസ്റ്റ് ചെയ്യുവാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാല്യൂ കൊടുക്കാം, വേണമെങ്കിൽ 100 കൊടുക്കാം. ഞാൻ കുറച്ചുകൂടെ ഡിക്രീസ് ചെയ്യുവാണ്. എനിക്ക് ചെറുതായിട്ടൊന്ന് കണ്ടാൽ മതി. മേ ബി ഒരു 53 കൊടുത്തു. ഇനി നമുക്ക് അടുത്തായിട്ട് ബർത്ത് സൈസും ഡെത്ത് സൈസും അഡ്ജസ്റ്റ് ചെയ്യാം. പാർട്ടിക്കിൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ സൈസും ആൻഡ് അതുപോലെ തന്നെ എൻഡ് ചെയ്യുമ്പോഴുള്ള സൈസും അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഞാൻ ബർത്ത് സൈസിൻ്റെ വാല്യൂ കുറച്ച് ഇൻക്രീസ് ചെയ്യുവാണ്. സോ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേന് അത്യാവശ്യം നല്ല സൈസ് കാണും. ആൻഡ് ഡെത്ത് സൈസിൻ്റെ വാല്യൂ ഏകദേശം ഞാൻ ഡിക്രീസ് ചെയ്യുവാണ്. ഓക്കെ, എൻഡ് ചെയ്യുമ്പോഴത്തേനും അതിൻ്റെ സൈസ് കുറഞ്ഞു വരും. ആൻഡ് ബൈ ദ വേ ഈ വാല്യൂസ് എല്ലാം നിങ്ങൾക്ക് വേണ്ട രീതിയിൽ കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ആൻഡ് ഇവിടെ നോക്കുവാണെങ്കിൽ അറിയാം പാർട്ടിക്കിളെല്ലാം താഴേക്ക് ഫോളോ ചെയ്യുവാണ്. എനിക്ക് ഫോളോ ചെയ്യേണ്ട, അവിടെ തന്നെ നിന്നാൽ മതി. സോ ഞാൻ ഇവിടെ ഫിസിക്സിലേക്ക് വരുവാണ്. ദെൻ ഗ്രാവിറ്റിയുടെ വാല്യൂ നമുക്ക് 0 കൊടുക്കാം. ഞാൻ വാല്യൂ 0 കൊടുക്കുവാണ്. ആൻഡ് ഓൾസോ ഇവിടെ ആനിമേഷൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാൻ ഇവിടെ എക്സ്പ്ലോസീവ് മാറ്റിയിട്ട് ട്രില്ല് കൊടുക്കുവാണ്. സോ ഇവിടെ ഇങ്ങനെ കടന്നിട്ട് റൊട്ടേറ്റ് ആകുന്നൊരു എഫക്റ്റ് കിട്ടും. ഓക്കെ, നമുക്കിതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ആൻഡ് ഇവിടെ നമുക്ക് കളർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷൻ ഉണ്ട്. ബെർത്ത് കളർ സെലക്ട് ചെയ്തിട്ട് ഞാൻ ഏകദേശം ഒരു ഓറഞ്ച് കളർ കൊടുക്കുവാണ്. ആൻഡ് ഡെത്ത് കളർ ഒരു യെല്ലോ കളർ കൊടുക്കുവാണ്. അതായത് സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ഓറഞ്ച് കളറും എൻഡിങ്ങിൽ നമുക്കൊരു യെല്ലോ കളറായിട്ട് പാർട്ടിക്കിൾ മാറും. ഓക്കെ, പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി ഞാൻ ഇവിടെ റോട്ടോ ലെയർ ഇനേബിൾ ചെയ്യുവാണ്. ദെൻ ബാക്ക്ഗ്രൗണ്ട് ലെയർ സെലക്ട് ചെയ്തിട്ട് അതിലേക്ക് CC വിഗ്നെറ്റ് എന്ന് പറഞ്ഞൊരു എഫക്റ്റ് ആഡ് ചെയ്യുവാണ്. CC വിഗ്നെറ്റ്. സോ നമുക്ക് എഡ്ജസിൽ ഒരു ബ്ലാക്ക് കളർ കിട്ടും. ആൻഡ് ഇവിടെ വാല്യൂസും കാര്യങ്ങളെല്ലാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. തൽക്കാലം ഞാൻ ഡിഫോൾട്ട് വാല്യൂ തന്നെ യൂസ് ചെയ്യുവാണ്. ആൻഡ് ഹിയർ ഈസ് ഓഫ് ഫൈനൽ റിസൾട്ട്.